ഉള്ള കാര്യം പറയല്ലോ, അതും ഇതൊക്കെ ഫ്രീ തരുമെന്നും പറഞ്ഞ് കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് കേരളം ഭരിക്കും. ഇത് വേണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഇലക്ഷനാണ് ഈ വരാൻ പോകുന്നത്. കേരളത്തിൽ CPM BJP ഇല്ല, അവർ സഖ്യത്തിലാണ്. CJP ആണുള്ളത്. നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു. നമ്മളത് ആലോചിച്ച് നോക്കി, ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ആ ജോൺ ബ്രിട്ടാസ് എന്ത് കഷ്ടപ്പെട്ടാണ് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാർലമെന്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പം ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടെ പിടിച്ച് BJP-ക്കാരാക്കി എന്നുള്ളതാണ്. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരേ ടീമാണ്. എന്നിട്ട് മലയാളികളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് എന്തെല്ലാം ഡയലോഗാണ് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇരുന്ന് കൈയടിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്രയെന്ന്. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. നമ്മളൊന്ന് ആലോചിക്കും, 15 രൂപയുടെ ടിക്കറ്റിന്റെ പേരിൽ ഇവർ ആവശ്യപ്പെടുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ ഭരണമാണ്. നമ്മളിപ്പം പല സാധനങ്ങളും മേടിക്കുന്നു. നമ്മൾ ടാക്സ് ഗവൺമെന്റിലേക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടാക്സ് എവിടേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? നല്ല ഹോസ്പിറ്റൽ വേണം, നല്ല റോഡുകൾ വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യങ്ങൾ വേണം. ഈ സൗകര്യങ്ങൾക്കുള്ള പണമാണ് നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ പണം എടുത്തിട്ട് നമുക്ക് 15 രൂപയുടെ KSRTC ടിക്കറ്റ് തരാമെന്നാണ്. ഓണ സമയത്ത് KSRTC ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. ഗണേഷ് കുമാർ നല്ല രീതിയിൽ KSRTC ഒന്ന് ഉയർത്തിക്കൊണ്ടിരണം, സൗകര്യങ്ങൾ ഉണ്ടാക്കി. ഇവർ ഈ പറയുന്ന പോലെ 15 രൂപ ടിക്കറ്റിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ KSRTC എന്ന സംവിധാനം പോലും കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥ വരും. ഇനി കൂടുതലൊന്നും വേണ്ട. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് KSRTCയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാം. ഇപ്പൊ ബെറ്റർ ആണ് കേട്ടോ. ഞാൻ പിണറായി വിജയനെ പലപ്പോഴും എതിർക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കാലത്ത് റോഡുകളുടെ അവസ്ഥ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പഴയ കാലത്തേക്ക് കുണ്ടും കുഴിയുള്ള റോഡ് വേണോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചോദിക്കുന്നത്. കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ പുസ്തകം പോലും കിട്ടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ്സുകാർ ഇവർ തമ്മിത്തല്ല്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര സഖ്യമൊന്നുമല്ല, മുസ്ലിം ലീഗിന്റെ പോക്കറ്റ് ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് നല്ല ഹോസ്പിറ്റൽ സൗകര്യം വേണം, നമുക്ക് നല്ല ഡോക്ടേഴ്സിന് വേണം, നമുക്ക് നല്ല റോഡുകൾ വേണം, നമുക്ക് നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടണം. അങ്ങനെ പലതുമാണ് നമുക്ക് വേണ്ടത്. ബസ് കയറുമ്പം 10-15 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന കാര്യമല്ലേ, അത് ഈ നാട്ടിലെ അമ്മമാര് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നും അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ അന്തസ്സുണ്ട്. ഇലക്ഷന് തലേ ദിവസം 1/2 ലിറ്റർ മദ്യവുമായി വോട്ടറുടെ വീട്ടിൽ പോയി സ്വാധീനിക്കുന്നതിന്. ഇത് സ്റ്റേറ്റിന്റെ ഖജനാവിലെ പണം എടുത്തിട്ട് ഇവര് പറയുകയാണ് ഇതൊക്കെ അങ്ങ് ഫ്രീ തന്നേക്കും.